ഞാനിവിടെ ABC ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടി, പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് പേയ്മെന്റ് നമ്മൾ ചെയ്യാറുണ്ട്. പൈസ കൊടുക്കുന്നു, കമ്മീഷൻ കൊടുക്കുക, സാലറി കൊടുക്കുക, വേജസ് കൊടുക്കുക തുടങ്ങിയ എൻട്രീസ് എല്ലാം നമ്മൾ കാണിക്കുന്നത് പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു വൗച്ചറിലാണ്. അപ്പോൾ ഞാൻ ഗേറ്റ് വേ ഓഫ് ടാലിയിലെ വൗച്ചർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. വൗച്ചർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിസീപ്റ്റ് എന്ന് പറയുന്ന വൗച്ചറാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. ഞാനത് പേയ്മെന്റിലോട്ട് മാറ്റാൻ വേണ്ടി പോകുന്നു. പേയ്മെന്റിലോട്ട് മാറ്റുന്നതിന് വേണ്ടി കീബോർഡിൽ നമുക്ക് F5 എന്ന് പറയുന്ന ഷോർട്ട് കീ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ F5 പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേയ്മെന്റ് എന്ന് പറയുന്ന വൗച്ചർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ പേയ്മെന്റ് എൻട്രിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്പർ 1 എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. ഞാൻ എൻ്റർ അടിച്ചു. അപ്പോൾ ഡെബിറ്റിൽ നമ്മളോട് ചോദിക്കുന്നു എന്താണ് നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ സാലറിയാണ് കൊടുക്കുന്നത്. സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഞാൻ ക്രിയേറ്റിൽ പോയി സാലറി എന്ന് പറഞ്ഞ് ഒരു അക്കൗണ്ട്, ഒരു ലെഡ്ജർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ സാലറിയുടെ അണ്ടർ നമ്മളുടെ അടുത്ത് ചോദിക്കും. സാലറിയുടെ അണ്ടർ നമ്മൾക്കറിയാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് സാലറിയുടെ അണ്ടർ. ഞാനിവിടെ നിന്നും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സെലക്ട് ചെയ്ത് സേവ് ചെയ്തു. സാലറി നമ്മളൊരു 10,000 രൂപ 10,000 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റിൽ നമ്മളോട് ചോദിക്കും എങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാഷ് ആയിട്ടാണ് സാലറി കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ക്യാഷ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ രണ്ടാമത് ഞാൻ വേജസ് 1,000 രൂപ നമുക്ക് വേജസ് എംപ്ലോയീസിന് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റർ അടിച്ചു. ഡെബിറ്റിൽ നമ്മളോട് ചോദിക്കും എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ വേജസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്രിയേറ്റിൽ പോയതിന് ശേഷം വേജസ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. വേജസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ്. ഞാൻ ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു. എന്നിട്ട് സേവ് ചെയ്തു. എമൗണ്ട് ചോദിക്കുന്നു. ഞാനൊരു 1000 രൂപ അടിച്ചു കൊടുത്തു. ക്രെഡിറ്റിൽ ഞാൻ ക്യാഷ് സെലക്ട് ചെയ്തു. അവിടെ 1000 ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. നരേഷൻ നമുക്ക് കൊടുക്കാം പെയ്ഡ് വേജസ്. എന്നിട്ട് ഞാനിത് സേവ് ചെയ്തു. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു ഇലക്ട്രിസിറ്റി ചാർജ്, നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു ഇലക്ട്രിസിറ്റി ചാർജ് ഒരു 500 രൂപ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു ഇലക്ട്രിസിറ്റി ചാർജ്. ഇലക്ട്രിസിറ്റി ചാർജിന്റെ അണ്ടർ ഞാൻ കൊടുക്കുന്നു ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എന്നിട്ട് ഇത് സേവ് ചെയ്യുന്നു. ഒരു 500 രൂപ 500 ആണ് ഞാൻ ടൈപ്പ് ചെയ്തത്. ശേഷം ക്യാഷ് ഞാൻ ക്രെഡിറ്റിൽ കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. ഇത്തരത്തിലാണ് നമ്മൾ പേയ്മെന്റ് എൻട്രി നമ്മുടെ ടാലി പ്രൈമിൽ ചെയ്യുന്നത്. ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് Alt F1 അടിച്ച് ഡീറ്റെയിൽഡ് വ്യൂ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വേജസ് ആയിട്ടൊരു 1000 രൂപ ഡയറക്റ്റ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് വേജസ് കൊടുത്തത് കൊണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ വേജസ് വന്നിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഇലക്ട്രിസിറ്റി ചാർജ്, സാലറി തുടങ്ങിയതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്കിവിടെ കാണാൻ സാധിക്കും 11,500 രൂപ നമുക്കിവിടെ എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുണ്ട്.